നല്ല രസകരമായ മെഡിറ്റേഷൻ തന്നെ. അത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രണ്ട് കൈ താഴത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പറ്റും. തലയിങ്ങനെ വെച്ചു കണ്ണടച്ചു. അപ്പൊ തലയിൽ ആ സ്പർശം അറിയാമല്ലോ. അവിടെ വാംത് ഇങ്ങനെ കഴിക്കുക. ഇൻ ബിറ്റ്വീൻ അവർ പാം ആൻഡ് ഹെഡ് ആ ഒരു വാംത് അവിടെ കയറി വരുന്നതായിട്ട് നോക്കിക്കോളൂ, കാണാം. വാംത് അവിടെ ഇങ്ങനെ കൂടി വരാം. അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് മുകളിലിരിക്കുന്ന കൈ നെറ്റി വയ്ക്കും. ഈ 2 പോയിന്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ പ്രഷറിന്റെ വ്യത്യാസം വാമത്തുണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് അപ്പൊ അവിടെ സ്റ്റിമുലന്റ് ആയി. അവയർനെസ് വന്നാണ് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ആ അവയർനെസ് വരുന്നതിന് വേണ്ടി നമ്മൾ ടച്ച് ചെയ്തു. ആ കൈ അവിടെ നിന്ന് മാറ്റി ത്രോട്ട് ചെയ്തു. സാറ് പറഞ്ഞായിരിക്കും തന്നെ. അപ്പൊ അവിടെ വാമത്ത് വന്നു. മറ്റൊരു നെറ്റിൽ തന്നെ ഇരിക്കും. എന്നിട്ട് ഇനി നെറ്റിയിരിക്കുന്ന കൈ ഹൃദയമധ്യത്തിലേക്ക്. ഇനി തോളിലിരിക്കുന്ന കൈ നാട്ടിലേക്ക്. ഓരോ സെന്റേഴ്സിലായിട്ട് വരാം. അവയർനെസ് എല്ലാവർക്കും കൊണ്ടുവരാം. അവയറാവുക. ഇതിന്റെ ഹൃദയമധ്യത്തിരിക്കുന്ന പ്യൂബിക് റീജിയൻ ജെനിറ്റൽ. അതിനിപ്പോ നാഭിയിരിക്കുന്ന കൈ ആ പ്യൂബിക് റീജിയനിൽ കൊണ്ടുവന്ന് വെച്ച കൈയുടെ ജെനിറ്റലിൽ വെച്ച കൈയുടെ മുകളിലോട്ട്. എന്നിട്ട് പെരിനിയം കോൺട്രാക്ട് ചെയ്യും. പുരുഷന്മാർ പെരിനിയം കോൺട്രാക്ട് ചെയ്യും. സ്ത്രീകൾ ഡീപ്പർ ഇൻ ദ വജൈനൽ കോൺട്രാക്ഷൻ ചെയ്യുകയും ചെയ്യും 2-3 പ്രാവശ്യം. എന്നിട്ട് കൈ റിലീസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ താഴോട്ടാണ് വയ്ക്കുക. അത് സേഫാണ്. എന്നിട്ട് അവിടെ അങ്ങനെ ഈ പ്രിപ്പറേഷനാണ്. ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലായിടത്തും ഓടി, ആ എനർജി ഓടി എന്നാണ് അതിന് സങ്കല്പം. അവയർനെസ് വന്നപ്പോൾ ഈ എനർജിയെ കുറിച്ചുള്ള അവയർനെസ് വന്നു. ഇനി നമ്മൾ മറ്റു മെഡിറ്റേഷൻ ഏതെങ്കിലും നമ്മൾ സൗകര്യമുള്ള മെഡിറ്റേഷൻ ഇത്. അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ പോകാം. ഷോർട്ട് കട്ട്. നമുക്ക് സമയമില്ല. 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എല്ലാ സെന്റേഴ്സും ബൗൺസ് ചെയ്ത് അവയർനെസ്സോടെ കൊണ്ടുവന്ന് ഫ്ലോ ചെയ്തു. പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്ന മെഡിറ്റേഷൻ അതൊന്ന് ചെയ്തു ക്വിക്കായിട്ട് പോകുന്നത്. ഷോർട്ട് കട്ട്. അങ്ങനെ എന്ത് വേണം ചെയ്യാം.